തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം, അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്മരണാസഭയിലുള്ള ദൈവമക്കളോട് ദൈവത്തിന് പറയാനുള്ളത് അതാണ്. നിങ്ങൾ മരണത്തോളം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും. പ്രതിഫലം നിങ്ങളുടെ ശിരസിൽ കിരീടം ചൂടിക്കും, നിങ്ങളെ ആദരിക്കും, നിങ്ങളെ മാലാഖമാരും വിശുദ്ധന്മാരും ചേർന്ന് നിൽക്കുന്ന സംഘത്തിൽ നിങ്ങളെ അനുമോദിക്കും, നിങ്ങളെ ആദരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ആദരണീയരല്ല. ഇന്ന് അനേകർ നിങ്ങളെ പരിഹസിക്കുകയാണ്, അനേകർ നിങ്ങളെ അവമാനിക്കുകയാണ്, പലരും നിങ്ങളെ എതിർക്കുകയാണ്. ജീവൻ്റെ വചനം കേൾക്കുമ്പോൾ അതിലേക്ക് പോകരുതെന്ന് പലരും വിലക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഇതൊക്കെ നടക്കും. എന്നാൽ അന്ന് ഒരു നാൾ വരുമ്പോൾ എല്ലാവരും ലജ്ജിതരായി നിൽക്കുമ്പോൾ, പ്രിയനെ, നീ ഒരാൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങുവാൻ നീ തിരുവൻപാകെ വന്ന് മുട്ടുമടക്കി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നീ വിനയപൂർവ്വം കൈ നീട്ടി നിൽക്കും. പ്രതിഫലം തരുന്ന ഒരു നാളുണ്ട്. പ്രതിഫലം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും.
ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ദൈവത്തിന് സ്തോത്രം. അന്ത്യനാളിൽ നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഭാഗ്യവശാൽ നാം രക്ഷപ്പെട്ടു വന്നേക്കാം. പക്ഷേ നാം ഇവിടെ ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം വെന്തുപോകും. എല്ലാം ഈ ഭൂമിയിൽ ചെയ്ത അനേകം സൽപ്രവൃത്തികൾ നാം കരുതുന്നതായ മനോഗുണ പ്രവൃത്തികൾ, ഉപകാരങ്ങൾ, സഹായങ്ങൾ, ഇതെല്ലാം അവിടെ വെന്തുപോകും. നമ്മുടെ ജീവിതം കർത്താവിന് ലഭിച്ചില്ലെങ്കിൽ, കർത്താവ് പൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ, കർത്താവ് ഉണ്ട്, കർത്താവ് ഹൃദയത്തിൽ വാഴുന്നുണ്ട്. ആ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് അടിസ്ഥാനമായിട്ട് പണിത് തുടങ്ങിയത്. പക്ഷേ നിങ്ങൾ പണിതത് മരം, പുല്ല്, വൈക്കോൽ എന്നിവകൊണ്ടാണെങ്കിൽ തീയിൽ മരവും പുല്ലും വൈക്കോലും വെന്തുപോകും, പ്രതിഫലമില്ല. ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, കർത്താവിൻ്റെ വചനം കേട്ടു, വചനം കേട്ട് മാനസാന്തരം വന്നു. പക്ഷേ അന്ന് തീയിൽ ശോധന കഴിക്കുന്നൊരു സമയം വരും. എല്ലാം തീയിൽ ശോധന കഴിക്കും. തീയിൽ ശോധന കഴിക്കുമ്പോൾ മരം, പുല്ല്, വൈക്കോൽ എന്നുകൊണ്ട് പണിതതെല്ലാം എല്ലാം കത്തിപ്പോകും, ചാമ്പലായി തീരും. എങ്കിലും അവൻ രക്ഷിക്കപ്പെടും, അവൻ ദൈവരാജ്യത്തിലെത്തും. പക്ഷേ പ്രതിഫലമില്ലാതെ പോകും. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നുകൊണ്ട് പണിതതെല്ലാം അതെല്ലാം നിലനിൽക്കും. പൊന്ന് തീയിൽ കത്തിപ്പോകുകയില്ല, വെള്ളി തീയിൽ കത്തിപ്പോകുകയില്ല, വിലയേറിയ രത്നം തീയിൽ കത്തിപ്പോകുകയില്ല. തീയിൽ, അന്ത്യനാളിലെ തീയിൽ കത്തിപ്പോകാത്തത് ഇവിടെ വെച്ച് നാം സമ്പാദിക്കണം. ഇന്ന് ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ കത്തിപ്പോകുന്നതൊന്നും നാം പ്രവൃത്തി ചെയ്തു പോകരുത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ വിലയേറിയ അവസരങ്ങൾ നമുക്കുണ്ട്. നാം ദൈവവേല ചെയ്തു. മരം, പുല്ല്, വൈക്കോൽ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്, എൻ്റെ പ്രസംഗം കൊണ്ട് എന്നെ രക്ഷപ്പെട്ടു എന്ന്. എനിക്ക് വലിയ പൊങ്ങച്ചമുണ്ട്, എൻ്റെ പ്രസംഗം കൊണ്ട് ചിലർ നല്ല വഴിയിലേക്ക് തിരിഞ്ഞു എന്ന്. എനിക്ക് ഒരു ദുരഭിമാനം തോന്നുന്നു, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവം പ്രസാദിക്കുമെന്നൊരു ചീത്ത ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അതാണ് മരം, പുല്ല്, വൈക്കോൽ, സ്വയപ്രശംസ. ഞാനിതാണ്ട് ചെയ്തു എന്നുള്ളതായൊരു ചിന്ത, ഞാനിതാണ്ട് ഉപകാരം ചെയ്തു എന്നുള്ള ചിന്ത, ഞാൻ കർത്താവിന് വേണ്ടി പീഡ സഹിച്ചു എന്നുള്ള ചിന്ത, ഞാൻ കർത്താവിന് വേണ്ടി പലതും ത്യജിച്ചു എന്നുള്ള ചിന്ത, എല്ലാം മരം, പുല്ല്, വൈക്കോലാണ്. മരം, പുല്ല്, വൈക്കോൽ എല്ലാം കത്തിപ്പോകും. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു സെൽഫിൻ്റെ, ഒരു ഇഗോയുടെ, ഒരു അഹത്തിൻ്റെ, ഒരു ഞാൻ എന്ന ഭാവത്തിൻ്റെ ഒരു അംശം വന്നാൽ അതെല്ലാം കത്തിപ്പോകും. ഇവിടെ നമ്മൾ പലരും ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, പലർക്കും ഉപകാരം ചെയ്യുന്നുണ്ട്, സാധുക്കളെ സഹായിക്കുന്നുണ്ട്. ഒന്നും വേണ്ട എന്നല്ല, തീർച്ചയായും ചെയ്യണം. പക്ഷേ നിനക്കതിലെന്തെങ്കിലും ഒരു അഭിമാനം തോന്നുന്നെങ്കിൽ, 4 പേര് കാണണം, ഫോട്ടോ എടുക്കണം, അത് മറ്റുള്ളവർ കാണത്തക്കണം, അത് പത്രത്തിൽ വരണം എന്നൊക്കെ നിനക്ക് തോന്നുന്നെങ്കിൽ അവിടെ അത് കത്തിപ്പോകും, അന്ത്യനാളിലെ തീയിൽ കത്തിപ്പോകും. ആ ബഹുമതികളൊന്നും നിലനിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉന്നതന്മാരായ ആളുകൾ ചിലപ്പോൾ നമ്മളെ ഉയർത്തി പറഞ്ഞു എന്ന് വരും, നമ്മളെ ഉയർത്തി ബഹുമാനത്തോടെ സംസാരിച്ചെന്ന് വരും. പക്ഷേ അതിൽ നാം അഭിമാനം കൊണ്ടാൽ, അതിൽ നാം സന്തോഷിച്ചാൽ, അതിൽ നമുക്കൊരു പുകഴ്ച തോന്നിയാൽ നമ്മുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളെല്ലാം കത്തിപ്പോകും. നാം ഓർക്കേണ്ടത് എന്താണ്? ഞാനൊരു പാവ മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കേവലൊരു പാവ. യേശുക്രിസ്തുവിൻ്റെ കരം തൊടുന്നുകൊണ്ട് ഈ പാവ ചാടുന്നു. യേശുക്രിസ്തുവിൻ്റെ കരം തൊടുന്നതുകൊണ്ട് ഈ പാവ ചലിക്കുന്നു. എനിക്ക് സ്വയമേ ചലിക്കാനുള്ള ശക്തി ഇല്ല. എനിക്കൊരു നല്ല കാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ തന്നെത്താൻ ചെയ്താലെല്ലാം തിന്മയേ ആവുകയുള്ളൂ. നല്ലതൊന്നും എന്നിൽ നിന്ന് വരികയില്ല. കാരണം എൻ്റെ ഹൃദയം അശുദ്ധമാണ്, എൻ്റെ ജീവിതം അശുദ്ധമാണ്. ഈ ഹൃദയത്തിൽ ഈർഷ്യയും പകയും വിദ്വേഷവും ഉണ്ട്. ഇവിടെ പിണക്കവും മത്സരവും, ഹൃദയത്തിൽ അസൂയയും ഉണ്ട്. ഇവിടെ സ്വാർത്ഥതയും ദൈവാഗ്രഹവും ഉണ്ട്. എൻ്റെ കർത്താവേ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ നിൻ്റെ വേല ചെയ്തത്. ഇതെല്ലാം എന്നിൽ നിന്ന് മാറാൻ നിൻ്റെ വേല ചെയ്തുകൊണ്ട് ഇതെല്ലാം അന്ന് അന്ത്യനാളിൽ കത്തിപ്പോകും. മരം, പുല്ല്, വൈക്കോലെല്ലാം കത്തിപ്പോകും. എന്നാൽ കർത്താവേ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നുകൊണ്ട് പണിത പ്രവൃത്തികളോ തീയിൽ ഒന്നും കേടുവരാതെ അത് നിലനിൽക്കും. സഹോദരങ്ങളെ, നല്ല 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 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ, പല നല്ല കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ അതിലേതെങ്കിലും ഒന്നിലൊരു പ്രശംസ വന്നു പോയാലോ അപകടമാണ്. ഞാൻ ഇതെല്ലാം ചെയ്തു എന്നുള്ള പ്രശംസ വന്നാൽ അപകടമാണ്. ഞാൻ പ്രസംഗിച്ചു എന്ന്, അല്ലെങ്കിൽ ആ പ്രസംഗം ചിലർക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയാൽ അപകടമാണ്. എനിക്കാണ് നഷ്ടം. എല്ലാം വെന്തു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ ഒരു കോഴി കൂവുന്ന കേട്ടാണ് മാനസാന്തരപ്പെട്ടത്. പക്ഷേ കോഴിക്ക് എന്തെങ്കിലും പ്രശംസയുണ്ടോ? ഞാൻ കൂവിയിട്ടാണ് പത്രോസ്ലീഹ മാനസാന്തരപ്പെട്ടതെന്ന് കോഴിക്ക് തോന്നിയാൽ എന്ത് വിട്ടിത്തമായിരിക്കും.
സക്കായി ഒരു മരത്തിൽ കയറിയാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയത്. ആ മരം അഭിമാനിക്കുകയോ സക്കായി കയറാനുള്ള ഒരു മരമാക്കി നിർത്തിയത് കൊണ്ട് അതുകൊണ്ട് സക്കായി രക്ഷപ്പെട്ടു പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? യെരിഹോവിലേക്ക് യേശു അതിനു മുമ്പ് തന്നെ കർത്താവ് സക്കായിയെ കണ്ടു കഴിഞ്ഞു. കർത്താവ് യെരിഹോവിൻ്റെ തെരുവിൽ കൂടി നടന്നത് ഈ സക്കായിക്ക് വേണ്ടിയും ആ ഭർത്തിമായി എന്ന് പറഞ്ഞ ഗുരുടന് വേണ്ടിയാണ്. അങ്ങ് ദൂരെ നിന്ന് കർത്താവ് നടന്നു വരികയായിരുന്നു. ഭർത്തിമായി കരഞ്ഞു. കർത്താവ് അവിടെ നിന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണം, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. നിൻ്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ണുകൂടന് കാഴ്ച കിട്ടി. അവനും ആ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് കാട്ടത്തിമേൽ സക്കായി ഒളിച്ചിരിക്കുകയാണ്. കർത്താവ് ആ അത്തിയുടെ ചുവട്ടിൽ നിന്നിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇത് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എന്തൊരത്ഭുതം! സക്കായി അത്ഭുതപ്പെട്ടു. ഞാനിവിടെ ഒളിഞ്ഞിരിക്കുന്ന കർത്താവ് എങ്ങനെ അറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ നമുക്കിന്ന് സക്കായിയോട് വേണമെങ്കിൽ പറയാം, സക്കായി, നീ അവിടെ മരത്തിൽ കയറുന്നതിന് മുൻപ് നിൻ്റെ ചുങ്കം ഓഫീസ് പൂട്ടുന്നത് മുതൽ, നിൻ്റെ ചുങ്കം ഓഫീസ് പൂട്ടി താക്കോലിൻ്റെ ഇക്കടയിൽ തിരികെ നീ നടക്കുന്നത് മുതൽ, അല്ല അതിനു മുൻപ് ഇന്നലെ നീ ഉറങ്ങാൻ കിടന്നത് മുതൽ, അല്ല അതിനു മുൻപ് നീ അമ്മയുടെ ഗർഭത്തിൽ ഗുരുവായപ്പോൾ മുതൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ തേടി വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സക്കായിക്കോ മരത്തിനോ ഒരു പ്രശംസയ്ക്ക് വകയില്ല. ഇന്നിത് ഓർക്കുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, ദൈവത്തിൻ്റെ വേലക്കാർ ഓർക്കണം, നിങ്ങളുടെ വേലയ്ക്കോ ശുശ്രൂഷയ്ക്കോ ഒരു മഹത്വവുമില്ല. യേശു ഇല്ലെങ്കിൽ പൂജ്യമാണ്. സ്തോത്രം. യേശു ഇല്ലെങ്കിൽ പൂജ്യമാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സാക്ഷ്യം പറയുന്നു, നിങ്ങൾ പാട്ട് പാടുന്നു, നിങ്ങൾ ഭവന സന്ദർശനം നടത്തുന്നു, ചിലരോട് നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ സാക്ഷ്യം പറയുന്നു, ചിലർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു പ്രശംസ വന്നാലോ നിങ്ങൾ ഔട്ടായി പോകും, നിങ്ങൾ പുറത്തായി പോകും. ദൈവത്തിന് സ്തോത്രം. എല്ലാം മരം പുലുവയ്ക്കോ എന്നതുപോലെ എല്ലാം കത്തിപ്പോകും, പ്രതിഫലം കിട്ടാതെ പോകും. എന്നാൽ കർത്താവേ, എനിക്ക് ഈ ഭവന സന്ദർശനത്തിന് പോകാൻ നീ ഒരു അവസരം തന്നല്ലോ, നിനക്ക് സ്തുതി. കർത്താവേ, നിൻ്റെ മക്കളോട് നടക്കാൻ എനിക്കൊരു കൃപ തന്നല്ലോ, നിനക്ക് സ്തുതി. യേശുവേ, ഈ ജനത്തോട് പറയാൻ ഒരു സാക്ഷ്യം തന്നല്ലോ, നിനക്ക് സ്തുതി. കർത്താവേ, നീ എന്നെ ആരോഗ്യത്തോടെ ഈ നടക്കുവാനായിട്ട് ഭവനം തോറും നടക്കാനായിട്ട് എനിക്ക് നീ ഒരു കൃപ തന്നല്ലോ, നിനക്ക് സ്തുതി. ഇങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യണം. എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. തിന്നാലോ കുടിച്ചാലോ എന്ത് ചെയ്താലും നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുപ്പീനെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീനെന്ന് കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തു വന്നാലും എല്ലാം യേശുവിന് മഹത്വം. സ്നേഹിതരെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മഹത്വം എടുത്ത സമയങ്ങളുണ്ടോ? നിങ്ങളുടെ പ്രസംഗം കേട്ട് ആരെങ്കിലും മാനസാന്തരപ്പെടുന്നു പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലൊരു കുളിർ കോരിയിട്ട അനുഭവം ഉണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾക്ക് രോഗം സൗഖ്യം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സുഖം തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മോനെ, നീ പ്രാർത്ഥിച്ചുകൊണ്ടല്ല സുഖം കിട്ടിയത്, യേശു ഒന്ന് ഇടപെട്ടതുകൊണ്ടാണ്. സ്തോത്രം. അധികാരമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തു വന്നതുകൊണ്ടാണ് രോഗത്തിൻ്റെ ആത്മാവ് മാറിപ്പോയത്. യൗവനക്കാരാ, നീ സാക്ഷി മറന്നുകൊണ്ടല്ല ആൾ മാനസാന്തരപ്പെട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട് ആ സാക്ഷി വചനത്തിൽ കൂടി യേശു ക്രിസ്തു എന്നോട് സംസാരിച്ചു. ക്രിസ്തുവാണ് പ്രവർത്തിച്ചത്. മരം പുല്ലുവയ്ക്കോ എന്നിവയെല്ലാം വെന്തുപോകും. സുവിശേഷകന്മാരായ വേലയും ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. വെന്തുപോകുന്ന പ്രവൃത്തി ഞാൻ ചെയ്യരുത്. വെന്തുപോകുന്ന വിലകെട്ടതായ പ്രവൃത്തി ഞാൻ ചെയ്തു പോകരുത്. നാം വിലയേറിയ പ്രവൃത്തികൾ ചെയ്യുന്നതായിത്തീരണം. അതിനോ മഹത്വം ദൈവത്തിന് കൊടുക്കണം. എല്ലാ മഹത്വവും, സകല മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നാം ഇന്ന് പലതും അതിൻ്റെ മധുരം നാം സ്വന്തമായി അനുഭവിക്കുന്നു, സ്വന്തമായി കൈക്കലാക്കുന്നു. അതിൻ്റെ മഹത്വവും അതിൻ്റെ മഹിമയും നാം എൻ്റേതെന്ന് പറഞ്ഞ് അനുഭവിക്കുന്നു. എൻ്റെ കഴിവ്, എൻ്റെ പ്രശംസ, എൻ്റെ പ്രാപ്തി, ഇതെല്ലാം നാം അഭിമാനിക്കുന്നു. എൻ്റെ കുടുംബം, എൻ്റെ വംശം, അല്ലെങ്കിൽ എനിക്ക് നാട്ടിലുള്ളതായ പേരും പെരുമയും ഇതെല്ലാം വെച്ച് അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നും നിൻ്റേതല്ല. അഭിമാനിക്കാൻ നിനക്കുണ്ടെന്ന് തോന്നുന്നതെല്ലാം പാവമാണ്. എല്ലാം പാവത്തിൻ്റെ കൂമ്പാരമാണ്. ഇത് മനസ്സിലാക്കി കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. എൻ്റേതൊന്നും ഇല്ല എന്ന്. ആത്മാവിൽ കത്തി നിൽക്കണമെങ്കിൽ ദൈവത്തെ കൃപ വേണം. എവിടെയെങ്കിലും ഒരു പ്രശംസ വന്നാൽ ദൈവകൃപ മാറിപ്പോകും. എവിടെയെങ്കിലും ഒരു അഹങ്കാരം വന്നാൽ ദൈവകൃപ മാറിപ്പോകും. എവിടെയെങ്കിലും സ്വയം മതിപ്പ് വന്നാൽ ദൈവകൃപ മാറിപ്പോകും. ഇന്ന് അനേകം ആളുകൾ വീണ് കിടക്കുന്നത് ദൈവവേല ചെയ്യാത്തതുകൊണ്ടല്ല, മാനസാന്തരപ്പെടാത്തതുകൊണ്ടല്ല, പ്രശംസ വന്നതുകൊണ്ടാണ് വീണ് കിടക്കുന്നത്. പ്രശംസ ഒന്ന് പുനശ്ചിന്തനം ചെയ്യൂ. നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശംസയുണ്ടായോ? എന്തെങ്കിലും അഭിമാനം തോന്നുന്നുണ്ടോ?
മക്കളുടെ അഭിമാനം തോന്നുന്നവരുണ്ട്, കർത്താവ് തന്നത് എന്ന് ചിന്തയില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ അഭിമാനം തോന്നുന്നവരുണ്ട്, മക്കളുടെ ധനസമൃദ്ധിയിൽ അഭിമാനം തോന്നുന്നവരുണ്ട്, മക്കളുടെ കഴിവിൽ അഭിമാനം തോന്നുന്നവരുണ്ട്, ഭർത്താവിൻ്റെ കഴിവിൽ അഭിമാനം തോന്നുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിനക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. അഭിമാനിക്കാനുള്ളത് യേശു മാത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. സ്തോത്രം. പൗലോസ് പറയുകയാണ്, യൂറോപ്പിനെ സുവിശേഷം കൊണ്ട് ഇളക്കി മറിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാ ലോകം എനിക്ക്, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം. അതൊരു ഉന്നതമായ അനുഭവമാണ്. ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഇല്ല, ഞാൻ മരിച്ചുപോയി. പഴയ മനുഷ്യൻ മരിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം യേശു ചെയ്തു. യേശുവിൻ്റെ കാര്യം. യേശുവിനെ ഒരാൾ മാനസാന്തരപ്പെടുത്താൻ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു, അവന് തിരിക്കുവാൻ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് പ്രവർത്തിച്ചു. അതുകൊണ്ട് ആൾ മാനസാന്തരപ്പെട്ടു. എൻ്റെ കഴിവല്ല, എൻ്റെ വാക്ചാതുര്യമല്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാനും ഇന്ന് എളിമയോടെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്, എളിമയോടെ താണുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാനല്ല, യേശുവേ, നീ മാത്രം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നിയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്? അഭിമാന വിഷയങ്ങൾ എന്തെല്ലാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം താഴെ വയ്ക്കുക. അഭിമാന വിഷയങ്ങളെല്ലാം താഴെ വയ്ക്കുക. നിങ്ങളുടെ താലന്തുകളെല്ലാം താഴെ വയ്ക്കുക. നിങ്ങൾക്ക് ഉണ്ടായെന്ന് തോന്നുന്നതായ എല്ലാ കഴിവുകളും താഴെ വയ്ക്കുക. എല്ലാം താഴെ വെച്ചിട്ട്, എൻ്റെ കർത്താവേ, നിൻ്റെ കൃപയില്ലെങ്കിൽ ഞാൻ വെറും പൂജ്യം മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൃപയില്ലെങ്കിൽ ഞാൻ വെറും പൂജ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് വിശപ്പിന് ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് കൃപയാണ്. ഇന്ന് നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ മാർഗമുണ്ടെങ്കിൽ ദൈവം തന്ന കൃപയാണ്. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ദൈവം തന്ന കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നിൽ അഭിമാനം തോന്നരുത്. കുടുംബ മഹിമയിൽ അഭിമാനം തോന്നരുത്. ഞാൻ ഇന്ന കുടുംബത്തിലെ ആളാണ് എന്ന് അഭിമാനം തോന്നരുത്. എല്ലാം തെറ്റാണ്, അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. പൂർവികമായ കുടുംബമഹിമയിൽ അഭിമാനം നിന്ന് കുലീനമായ കുടുംബത്തിലാണ് ജനിച്ചതെന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാം ഭോഷത്വമാണ്. അഭിമാനം തോന്നേണ്ട ഒരേ ഒരു കാര്യത്തിൽ മാത്രം, യേശു ക്രിസ്തുവിൽ മാത്രം അഭിമാനം കൊള്ളുക. യേശു ക്രിസ്തുവിൽ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി നിന്ന് ഏറ്റ യേശുവിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി കുരിശ് വഹിച്ച യേശുവിലാണ് എൻ്റെ അഭിമാനം. എനിക്ക് വേണ്ടി എൻ്റെ പാപം വഹിച്ച് കുരിശ് ചുമന്നുകൊണ്ട് ഗോകുൽത്തായിലേക്കുള്ള മല കയറിയ യേശു മാത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപം മുഴുവൻ വഹിച്ച യേശു, എൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ തൂങ്ങിയ യേശു, എൻ്റെ പാപം മുഴുവൻ തൻ്റെ മേൽ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഇന്നും ഏതെങ്കിലും കാര്യത്തിൽ അഭിമാനപ്പെട്ട് നിൽക്കുന്നുണ്ടോ? ആരോഗ്യത്തിൽ അഭിമാനമുണ്ടോ? ആരോഗ്യത്തിൽ, മോനെ, നിൻ്റെ ആരോഗ്യം എത്ര നേരത്തേക്കുണ്ട്? ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപക്ഷെ നീ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം. അത്രയല്ലേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഒന്നിലും അഭിമാനിക്കരുത്. നിൻ്റെ ബാങ്ക് ബാലൻസിൽ അഭിമാനിക്കരുത്. സ്തോത്രം. നിൻ്റെ കഴിവിലോ നിൻ്റെ പ്രാപ്തിയിലോ അഭിമാനിക്കരുത്. എല്ലാം വെന്തു പോകും. ഒരു ദിവസം കണക്ക് തീർക്കുന്ന നാളിൽ എല്ലാം വെന്തു പോകും. മരം പുല്ല് വയ്ക്കുമല്ലെല്ലാം വെന്തു പോകും. സ്തോത്രം. നിലനിൽക്കുന്നതോ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. നമുക്ക് വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 3-11 വാക്യം മുതൽ തുടർന്ന് വാക്യം വായിക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. നമുക്കൊരു അടിസ്ഥാനമുണ്ട്, വേറൊരു അടിസ്ഥാനമില്ല. നമുക്കൊരു അടിസ്ഥാനമുണ്ട്. ഞാൻ ഇന്ന സഭയിലെ ആളാണ്, അത് നമ്മുടെ അടിസ്ഥാനമല്ല. ഇന്ന ഇടവയിലെ ആളാണ്, അത് നമുക്ക് അടിസ്ഥാനമല്ല. നമുക്ക് സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ നമുക്ക് എല്ലാവർക്കും പറയാം, ക്രിസ്തു എന്ന ഒരടിസ്ഥാനമുണ്ട്. സ്തോത്രം. ക്രിസ്തു എന്ന അടിസ്ഥാനം, ക്രിസ്തുവിൻ്റെ ഈ വചനം എന്ന അടിസ്ഥാനം, വചനം ഒരേ ഒരടിസ്ഥാനം മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമോ? എനിക്ക് അഭിമാനിക്കാൻ ഒന്നേ ഉള്ളൂ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. തീയിൽ ശോധന കഴിക്കും. അന്ത്യനാളിൽ തീയിൽ ശോധന കഴിക്കുന്ന നാളിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം വെന്തു പോകുമോ? മരം, പുല്ല്, വൈക്കോൽ കാര്യമായി നാം ശേഖരിച്ച് കൂട്ടിയതാണ്. ഇതെല്ലാം വലിയ കാര്യമായിട്ട് ശേഖരിച്ച് കൂട്ടിയതാണ്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ കഴിവുകളും നമ്മുടെ സ്വന്തമായ അഭിമാനകരമായ കാര്യങ്ങളും നേട്ടങ്ങളും എല്ലാം നാം എല്ലാം കരുതി കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ തീയിൽ ശോധന കഴിക്കുമ്പോഴെല്ലാം വെന്തു പോകും. മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും.
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലമുണ്ട്, ഇല്ലെങ്കിൽ പ്രതിഫലമില്ല. പ്രതിഫലം തരാനാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവിൻ്റെ വരവിൽ പ്രതിഫലം നമുക്ക് വേണം. അന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് പോലും പോരാ, പ്രതിഫലം വാങ്ങണം. രാജാധിരാജൻ നമ്മുടെ ശിരസിൽ തൻ്റെ തിരുമുടി ചൂടിക്കണം, തൻ്റെ കിരീടം അണിയിക്കണം. സ്തോത്രം. പുറമേയുള്ള ഒരു കിരീടമായിരിക്കുകയില്ല. എന്താണെന്ന് ആർക്കറിയാം? ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ഇന്ന് എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ദൂരദേശങ്ങളിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം ഒരു ദിവസം ആ ന്യായാസനത്തിന് ഭാഗത്ത് നിന്ന് നിൽക്കേണ്ടി വരും. ആ സ്വർഗീയ ന്യായാധിപതിയുടെ മുമ്പിൽ നിന്ന് നിൽക്കേണ്ടി വരും. നിത്യപിതാവിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കും മാറ്റമില്ല. നാം എല്ലാവരും, ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും നാം ആരംഭിക്കുന്നത് കർത്താവേ, സന്ധ്യാതിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, എന്നെ നീ ഒരു കാരണവശാലും പാവം തൊടാതെ നിന്നെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഒരു പാവം എന്നെ സ്പർശിക്കരുത്. ഒരു കാരണവശാലും ഒരക്ഷരത്തിൽ പോലും എനിക്ക് തെറ്റ് വരരുത്. കർത്താവേ, സന്ധ്യാതിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമോ? ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. അതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ദൈവത്തിന് സ്തോത്രം. മരം പുല്ല് വയ്ക്കും എല്ലാം കത്തിപ്പോകും, തീയിൽ ശോധന കഴിക്കും, തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോകുന്ന പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതല്ലേ എല്ലാമെങ്കിലും. എല്ലാം വെന്തുപോകുന്ന പ്രവൃത്തിയാണെങ്കിൽ എന്തു ചെയ്യും? നഷ്ടം വരും. വെന്തുപോകുന്ന പ്രവൃത്തിയാണോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഭയത്തോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു മനോഹരമായ കൂട്ടായ്മയുണ്ട്. നിങ്ങൾ അനേകം ആളുകൾ നാനാദേശങ്ങളിൽ നിന്ന് കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾ വരുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ആകർഷിച്ചതുകൊണ്ടാണ്. ഞങ്ങളെ ആരെയും നോക്കിയല്ല നിങ്ങൾ വരുന്നത്. നിങ്ങൾ വരുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം നിങ്ങളെ ആകർഷിച്ചതുകൊണ്ടാണ്. ക്രൂശിലെ സ്നേഹം നിങ്ങളെ വശീകരിച്ചതുകൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നിങ്ങൾ വരുന്ന നിങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശംസ തോന്നിപ്പോയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോകും, തീരാ നഷ്ടമായി പോകും. നിങ്ങൾ രക്ഷിക്കപ്പെടും. ഒരുപക്ഷേ ദൈവം കൃപ ചെയ്ത് പ്രതിഫലം കിട്ടിയില്ല, ഞാൻ രക്ഷിക്കപ്പെടുന്നു വരാം, പക്ഷേ പ്രതിഫലം ഇല്ലാതെ പോകും. നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, ദൈവരാജ്യത്തിലെത്തും. കാരണം മനസ്സറിഞ്ഞൊരു പാപം ചെയ്യുന്നില്ല, ചിന്തയിൽ പോലും അവരെ തന്നെ സൂക്ഷിക്കുന്നു, അരുതാത്തത് ഒരു വഴിയിലും പോകുന്നില്ല, തെറ്റായ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ വിചാരങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ ഒരു പാവം ഇല്ല എന്ന് വരികിലും നമ്മുടെ ജീവിതത്തിൽ നാം നേടിയത് ഏതെങ്കിലും പ്രശംസയോ സ്വയപകഴ്ചയോ സ്വയമഹത്വമോ വന്നുപോയെങ്കിൽ നാം രക്ഷിക്കപ്പെടും. പക്ഷേ നാം തീയിൽ കുടിയുന്ന പോലെ അത്രയും അവന് പ്രതിഫലം കിട്ടും. ഒരുത്തിൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരുമ്പോൾ താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ തീയിൽ കൂടി രക്ഷിക്കപ്പെടും. വലിയൊരു തീയിൽ കൂടി രക്ഷിക്കപ്പെടും. ഈ വാക്യത്തിൻ്റെ അർത്ഥമില്ല എന്താണ്? വളരെ വിപുലമായ അർത്ഥശേഖരമുണ്ട് അതിന്. വിപുലമായ അർത്ഥം, വിശാലമായ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരന്മാർ, ഇരിക്കുന്ന ഇപ്പോൾ ചിന്തിക്കൂ, പ്രവൃത്തി നിലനിൽക്കുമോ? ഞാൻ ചെയ്ത എന്തെങ്കിലും നിത്യതയിൽ നിലനിൽക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിത്യതയിൽ സമാധാന ദേശത്ത് എൻ്റെ കർത്താവിനെ വിളിച്ചെല്ലുമ്പോൾ നിലനിൽക്കുമോ? എന്തിലെങ്കിലും നിങ്ങൾക്ക് പ്രശംസ വന്നോ? എന്തിലെങ്കിലും നിങ്ങൾക്ക് ബഹുമതി തോന്നിയോ? എന്തിലെങ്കിലും നിങ്ങൾക്ക് പോഴ്ച തോന്നിയോ? എന്തിലെങ്കിലും ഇല്ല കർത്താവേ, ഇല്ല, നീ തന്നല്ലാതെ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുനാഥ, നീ തന്നല്ലാതെ എനിക്കൊന്നുമില്ല. എന്തോ ഒരു ഭാഗ്യമാണ് ചിന്ത. നീ തന്നല്ലാതെ എനിക്കൊന്നുമില്ല. ഞാനോ കഴിവില്ലാത്തൊരു മനുഷ്യൻ. നാഥ, ഞാനോ ഒരു പ്രാപ്തിയില്ലാത്ത മനുഷ്യൻ. ഞാനോ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. കർത്താവേ, ഞാനോ പ്രാപ്തിയില്ലാത്തൊരു സാധു മനുഷ്യൻ. എൻ്റെ കർത്താവേ, എനിക്ക് സ്വന്തമായിട്ടൊന്നും കഴിവില്ല കർത്താവേ. നീ എന്നെ തൊട്ടില്ലെങ്കിൽ ഞാൻ നിസ്സാരനാണ്, ഞാൻ വെറും കരിക്കട്ടയാണ്. സ്വർഗത്തിൽ തീ എന്നെ തൊട്ടതുകൊണ്ടാണ് കർത്താവേ ഞാനൊരു തീക്കനലായി നിൽക്കുന്നത്. സ്വർഗത്തിൽ തീ എന്നെ തൊട്ടു കർത്താവേ, ഞാൻ പൂജ്യമാണ്. സ്വർഗത്തിൻ്റെ കനൽക്കട്ട എന്നെ ഒന്ന് തൊട്ടു. ആ കനൽക്കട്ട എന്നെ തൊട്ടതുകൊണ്ട്, തീക്കട്ട എന്നെ തൊട്ടതുകൊണ്ട് ഇന്ന് എനിക്ക് പ്രകാശമുണ്ട്, ഇന്നെനിക്ക് ചൂടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, സ്വർഗത്തിലെ തീക്കട്ട ഇപ്പോൾ എന്നെ ഒന്നും തൊടണമേ. ദൈവത്തിന് സ്തോത്രം. വേറെ എനിക്കൊന്നും വേണ്ട എൻ്റെ യേശുവേ, വേറെ എനിക്കൊന്നും വേണ്ട. സ്വർഗത്തിലെ തീക്കനൽ ഇപ്പോൾ എൻ്റെ നേരെ പാഞ്ഞു വന്നതിനെ തൊടുവിക്കണമേ. ആ തീക്കനലിൻ്റെ ചുണ്ടിനെ തൊടുവിക്കണമേ. ആ തീക്കനൽ എനിക്ക് അശുദ്ധിയുള്ള ഭാഗത്തെല്ലാം തൊടുവിക്കണമേ.
ചുണ്ടിൽ അശുദ്ധി ഉണ്ടായിരുന്നു, വാക്കിൽ അശുദ്ധി ഉണ്ടായിരുന്നു, എൻ്റെ ശുശ്രൂഷയിൽ അശുദ്ധി ഉണ്ടായിരുന്നു. യെശയ്യാവ് അനേകം നാളുകൾ ശുശ്രൂഷ ചെയ്തു, ശുശ്രൂഷയിലെല്ലാം അശുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് യെശയ്യാവിൻ്റെ അധരത്തെ സ്വർഗ്ഗത്തിന് തീക്കനൽ തൊട്ടു ശുദ്ധി വരുത്തി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, സ്വർഗ്ഗത്തിന് തീക്കട്ടെ, ഇപ്പോൾ എന്നെ തൊടണമേ, ആ തീക്കനലിനെ ഒന്ന് തൊടണമേ, ആ തീക്കനലിൻ്റെ മേൽ ഇന്ന് ആവസിക്കണമേ. ഹല്ലേലൂയ. ആ തീക്കനലിനെ ഇന്ന് രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പഴയ പച്ച മനുഷ്യനെ മാറ്റി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ. കർത്താവെ, തീയാക്കി നീ എന്നെ മാറ്റണമേ. ആ തീയുടെ ജ്വാല എൻ്റെ സിരകളിൽ കൂടി ഒഴുകി പോകുവാൻ ഇടയാക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിന് തീ എൻ്റെ സിരകളിലൂടെ പായണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ ഞാൻ അഭിഷേകം ചെയ്യപ്പെടണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ ഞാൻ സ്തുതിച്ച് എൻ്റെ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിയുടെ നിർഘോഷത്തിൽ, സ്തുതിയുടെ ആഘോഷത്തിൽ, സ്തുതിയുടെ ആരവാരത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് പ്രാപിക്കാം. നാളേക്ക് മാറ്റി വയ്ക്കേണ്ട. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് അനുഭവിക്കാം. യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. സ്തുതി നിങ്ങളെ അണിയിക്കുവാൻ, ആത്മാവിൻ്റെ ആരാധന നിങ്ങൾക്ക് തരുവാൻ, ആത്മാവിൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുവാൻ, ആത്മാവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് തരുവാൻ യേശു ക്രിസ്തുവിൻ്റെ കാര്യം നിങ്ങൾ തൊടുവാൻ നീട്ടുന്നു. ആ സ്വർഗീയ കാര്യത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുവിൻ. യേശുവേ, ഞാനിതാ പാവിയായ ഒരു മനുഷ്യൻ. എൻ്റെ യേശുവേ, ഞാനിതാ ഒരു നിസ്സാരനായ മനുഷ്യൻ. എൻ്റെ യേശുവേ, ഞാനിതാ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ. എന്നാൽ നിൻ്റെ സ്വർഗ്ഗത്തിലെത്തി എന്നെ തൊട്ടതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്നു. നാഥാ, നിനക്ക് സ്തുതി. നമുക്ക് സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? ദൈവത്തിന് മഹത്വം കരയറ്റാൻ പറ്റുമോ? നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇരുകര ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങളതിനെ സ്തുതിക്കുക, ഞങ്ങളതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ പ്രിയമക്കളോടുള്ള ഹൃദ്യമായ ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗ്ഗത്തെ തീയാൽ ഞങ്ങളെ അവിടെ തൊടുകയും ഞങ്ങളെ കത്തുപിടിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വെന്തു പോകുമ്പോൾ കർത്താവ്, വെന്തു പോകാത്തതായ നിലനിൽക്കുന്നതായ സ്വർഗീയതരം സമ്പാദിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. തിരുനാമം ഞങ്ങൾ കൂടി ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.